വെൽക്കം ടു ഡി ഡൈൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഫാൻറ്റാസ്റ്റിക് വെജിറ്റബിൾ ചീസി നാച്ചോസ് റെസിപ്പിയുമായിട്ടാണ്. നമ്മളെല്ലാവരും കഫേയിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫിംഗർ ഫുഡ് ഓർഡർ ചെയ്യാറില്ലേ? അതുപോലെ കഫേ സ്റ്റൈലിലൊരു വെജിറ്റബിൾ നാച്ചോസാണ് ഞാൻ തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ നാച്ചോസ്. അപ്പോൾ അതിനകത്ത് സ്പെഷ്യലി ചീസും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെ കഫേ സ്റ്റൈലിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് റെഡ് ക്യാപ്സിക്കം, 1 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം, 1 കപ്പ് ഫ്രഷ് കോൺ, 1 ക്യാരറ്റ്, അപ്പോൾ 1/2 കപ്പ് ക്യാരറ്റ്, കുറച്ച് മല്ലിയില, കുറച്ച് ബ്ലാക്ക് ഒലിവ്. അപ്പം ഗ്രീൻ ഒലിവ് കിട്ടിയാൽ അതും കൂടെ മിക്സ് ചെയ്യാവുന്നതാണ്. എനിക്ക് അവൈലബിൾ അല്ല, അതുകൊണ്ട് ബ്ലാക്കാണ് കിട്ടിയത്. എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്, 1 ടേബിൾ സ്പൂൺ ഓഫ് ടൊമാറ്റോ സോസ് ആൻഡ് ഉപ്പ് ആവശ്യത്തിന്. ഇത്ര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുക. എന്നിട്ട് നല്ല ഒരു പ്ലേറ്റ്, അതായത് നമുക്ക് ഓവനിൽ വെക്കാൻ പറ്റുന്നതായിരിക്കണം, അല്ലെങ്കിൽ അടുപ്പിൽ വെക്കാം. അടുപ്പിൽ പാനിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്നതായിരിക്കണം. അതെടുത്ത് അതിനകത്തേക്ക് 2 പാക്കറ്റ് ഓഫ് നാച്ചോസ്, എനി ഫ്ലേവർ കുഴപ്പമില്ല, പ്ലെയിൻ ആണെങ്കിലും മതി. അത് നന്നായിട്ട് നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസ് മിക്സ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം 1 to 1.5 കപ്പ് മൊസറല്ല ചീസ്, അല്ലെങ്കിൽ ചെഡാർ ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി, ഏതാണെങ്കിലും കുഴപ്പമില്ല. അത് കൊണ്ട് നന്നായിട്ട് കവറപ്പ് ചെയ്യുക. കവറപ്പ് ചെയ്തതിന് ശേഷം ഓവനിൽ വെച്ച് ഒരു 12 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക, 180 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റിൽ. ഓവനില്ലാത്തവർക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് ഒരു അടപ്പ് കൊണ്ട് കവർ ചെയ്ത് വെച്ച് 15 മിനിറ്റിൽ അടുപ്പിൽ വെച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് മെൽറ്റായിട്ട് വരും ചീസ്. അപ്പോൾ എടുത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവരെ വെജിറ്റബിൾസ് കഴിപ്പിക്കാനും കൂടി ഉള്ളൊരു വഴിയാണിത്. നന്നായിട്ട് വെജിറ്റബിൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത് കൊണ്ട് അവർ ആ നാച്ചോസിൻ്റെ കൂടെ ആ വെജിറ്റബിൾസും കൂടെ അവർ കഴിക്കും. പിന്നെ ചീസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പം മറ്റൊരു റെസിപ്പിയുമായി ഉടനെ കാണുന്നത് വരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.